മാത്തമാറ്റിക്സ് ഏറ്റവും ഈസി സബ്ജക്റ്റാണ്. അത് നമ്മൾ കഷ്ടപ്പെട്ടല്ല പഠിക്കുക, ഇഷ്ടപ്പെട്ട് പഠിക്കണം. ഹായ് സ്റ്റുഡൻസ്, സോളിഡ്സ് എന്ന് പറയുന്ന ചാപ്റ്ററാണ് നമ്മൾ എടുത്തുകൊണ്ടിരിക്കുന്നത്. അതിൽ 3rd പ്രാക്ടീസ് പ്രോബ്ലംസ് ആണ് നമുക്കിനി ചെയ്യേണ്ടത്. ഇതിനു മുമ്പ് നമ്മൾ എന്തെല്ലാമാണ് കണ്ടത്? ഒരു ഫസ്റ്റ് സെക്ഷനിൽ സർഫസ് ഏരിയ ഫൈൻഡ് ചെയ്യാനുള്ളതാണ്. പിന്നെ എ, ഇ, എൽ, എച്ച്, എ ഇത്തരം വേരിയബിൾസ് എല്ലാം ഉപയോഗിച്ച് ഉള്ള പ്രോബ്ലംസാണ് നമ്മൾ ചെയ്തത്. അന്ന് നമ്മൾ കുറേ എളുപ്പമാർഗ്ഗങ്ങൾ, ചില ടേംസ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നിരുന്നു അല്ലേ? അതുപയോഗിച്ച് നമ്മൾ എഡ്ജുകൾ ഫൈൻഡ് ചെയ്യുക, ഹൈറ്റ് ഫൈൻഡ് ചെയ്യുക. അതാണ് കഴിഞ്ഞ സെക്ഷനിൽ ചെയ്തത്. ഈ സെക്ഷനിൽ നമ്മൾ ചെയ്യുന്നത് വോളിയമാണ്. വോളിയം കണ്ടുപിടിക്കാനുള്ള ഫോർമുല എന്താണ്? 1/3 a²h. വോളിയം ചെയ്യാനുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഈ സെക്ഷനിൽ നമ്മൾ ചെയ്യുന്നത്. ഓക്കെ, പേജ് നമ്പർ 195 പ്രോബ്ലംസ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ. Okay, what is the volume of a square pyramid of base edge 10 centimeters and slant height 15 centimeters? ഒരു സ്ക്വയർ പിരമിഡിൻ്റെ ബേസ് എഡ്ജ്, ദാറ്റ് മീൻസ് എ ഈക്വൽ ടു 10 സെൻറ്റിമീറ്റർ എന്ന് തന്നിട്ടുണ്ട്. സ്ലാൻഡ് ഹൈറ്റ് എൽ ദാറ്റ് ഇസ് ഈക്വൽ ടു 15 സെൻറ്റിമീറ്റേഴ്സ് എന്ന് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ പിരമിഡിൻ്റെ വോളിയം ഫൈൻഡ് ചെയ്യാനാണ് 1/3 a²h. ഇതാണ് വോളിയം കണ്ടുപിടിക്കാനുള്ള ഫോർമുല. ഇതാണ് നമുക്ക് ഫൈൻഡ് ചെയ്യേണ്ടത്. ഇവിടെ എച്ച് ഇല്ല, അപ്പോൾ എ, എൽ, എച്ച് ഇത് മൂന്നും കൂടി ചേർന്ന ഒരു റിലേഷൻ എന്താണ് നമ്മൾ പഠിച്ചേക്കണേ? ലാച്ച. അപ്പോൾ L² ദാറ്റ് ഇസ് ഈക്വൽ ടു h² പ്ലസ് a/2 സ്ക്വയർ. ഓക്കെ, അപ്പോൾ L² എന്ന് പറഞ്ഞാൽ 15² ആണ്. h² നമുക്ക് ഫൈൻഡ് ചെയ്യേണ്ടതാണ്. a/2 എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 10/2, അതായത് 5². അപ്പോൾ h² ദാറ്റ് ഇസ് ഈക്വൽ ടു 15² മൈനസ് 5², അതായത് h ദാറ്റ് ഇസ് ഈക്വൽ ടു റൂട്ട് ഓഫ് 225 മൈനസ് 25. അപ്പോൾ h എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എത്ര വന്നു? ദിസ് ഇസ് ഈക്വൽ ടു റൂട്ട് 200 വന്നു. ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം? അതായത് 100 × 2 ദാറ്റ് മീൻസ് 10√2 എന്ന് എഴുതാം. ഓക്കെ, അപ്പോൾ ഹൈറ്റ് കിട്ടി. ഇനി വോളിയം കണ്ടുപിടിക്കാൻ നമുക്ക് വിഷമമുണ്ടോ? ഇനി വോളിയം ദാറ്റ് ഇസ് ഈക്വൽ ടു 1/3 a² എന്ന് പറഞ്ഞാൽ 10 സ്ക്വയർ, h എന്ന് പറഞ്ഞാൽ 10√2. അപ്പോൾ ഇവിടെ വോളിയം ദാറ്റ് ഇസ് ഈക്വൽ ടു 10 × 10 100, 100 × 10 1000, 1000√2/3. ഇത്രയും സെൻറ്റിമീറ്റർ ക്യൂബാണ് വോളിയം. ഓക്കെ, സെൻറ്റിമീറ്റർ ക്യൂബ്. ക്ലിയർ അല്ലേ? ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. 2 square pyramids have the same volume. The base edge of one is half that of the other. How many times the height of the second pyramid is the height of the first? ഇവിടെ നമ്മളോട് പറഞ്ഞിരിക്കുന്ന സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്താണ്? അതായത് 2 പിരമിഡിൻ്റെ വോളിയം എന്ന് പറയുന്നത് ഈക്വൽ ആണ്. ഓക്കെ, അതായത് V1 ദാറ്റ് ഇസ് ഈക്വൽ ടു 1/3 a1² h1 V2 എന്ന് പറഞ്ഞാൽ 1/3 a2² h2 ഇനി ഇവിടെ a1 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ a ആണെങ്കിൽ a2 എന്ന് പറയുന്ന ബേസ് എഡ്ജ് എയുടെ പകുതിയാണ്. ഇതാണ് തന്നിരിക്കുന്നത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ ഹൈറ്റിൽ വരുന്ന റേഷ്യോ എന്താണെന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഞാനിവിടെ കൊടുക്കുകയാണ് 1/3. ഇതാണ് ഇക്വേഷൻ നമ്പർ 1, ഇത് ഇക്വേഷൻ നമ്പർ 2. 2 വോളിയംസ് ഈക്വലാണ്. 1/3 a1² h1 ദാറ്റ് ഇസ് ഈക്വൽ ടു 1/3 a2² h2. നമുക്ക് ഇതും കട്ട് ചെയ്ത് പോയി. a1ൻ്റെ സ്ഥലത്ത് എനിക്ക് എന്ത് കൊടുക്കാം? a² h1. ഇവിടെ a2 സ്ക്വയറോ a2 കണ്ടോ? a2 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ a/2 ഹോൾ സ്ക്വയർ ഇൻറ്റു h2. ഓക്കെ, അപ്പോൾ ഇവിടെ നോക്കൂ, ഇവിടെ നമുക്ക് a² h1 ദാറ്റ് ഇസ് ഈക്വൽ ടു a² 4h2 4 ആണോ? a²/4 ഇൻറ്റു h2 വന്നു. അപ്പോൾ ഇവിടെ a²ഉം കട്ട് ചെയ്ത് പോയാൽ നമുക്കിവിടെ നിന്ന് എന്ത് വരും? h1/h2 ദാറ്റ് ഇസ് ഈക്വൽ ടു 1/4 വിച്ച് ഇംപ്ലൈസ്, അതായത് h1:h2 എന്ന് പറയുന്ന റേഷ്യോ 1:4 ആണ്. അപ്പോൾ നമുക്ക് എത്ര ഡിഫറൻസാണ് നമ്മളോട് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്? എത്ര മടങ്ങാണെന്ന്. അപ്പോൾ 4 ടൈംസ് ആണ് അല്ലേ? നമ്മളോട് ക്വസ്റ്റ്യൻ ചോദിച്ചാൽ ഹൗ മെനി ടൈംസ് ദ ഹൈറ്റ് ഓഫ് ദ സെക്കൻഡ് പിരമിഡ് ഈസ് ദ ഹൈറ്റ് ഓഫ് ദ ഫസ്റ്റ്. അപ്പോൾ 4 ടൈംസ് ആണ് അവിടെ ആൻസർ വരുന്നത്. ഓക്കെ, ക്ലിയർ അല്ലേ? ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, തേർഡ് ക്വസ്റ്റ്യൻ.
The base edge of two square pyramids are in the ratio 1:2 and their heights in the ratio 1:3. The volume of the first is 180 cubic centimeters. What is the volume of the second? ഇവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്? അതായത് ദ ബേസ് എഡ്ജ് ഓഫ് ടു സ്ക്വയർ പിരമിഡിൻ്റെ ബേസ് എഡ്ജ്. അപ്പോൾ V1 എന്ന് പറയുന്ന ഒരു സ്ക്വയർ പിരമിഡ് ഉണ്ട് 1/3 A² H, അതായത് A1² H1. ഇതിൻ്റെ വോളിയം നമുക്ക് തന്നിട്ടുണ്ട് 180 ആണ്, 180 ക്യൂബിക് സെൻറ്റിമീറ്റർ സ്ക്വയർ ആണ്. എന്നിട്ട് നമ്മളോട് പറഞ്ഞേക്കാണ് V2 എന്ന് പറയുന്ന 1/3 A2² H2 എന്ന് പറയുന്ന സ്ക്വയർ പിരമിഡിൻ്റെ വോളിയം കണ്ടുപിടിക്കുക. ഓക്കെ, ഇവർ തമ്മിലുള്ള ബേസ് എഡ്ജസിൻ്റെ റേഷ്യോ തന്നിട്ടുണ്ട്. അതായത് ബേസ് എഡ്ജ് എന്ന് വെച്ചാൽ A1:A2 ദറ്റ് ഈസ് ഈക്വൽ ടു 1:2 തന്നിട്ടുണ്ട്. അതായത് A1/A2 ദറ്റ് ഈസ് ഈക്വൽ ടു 1/2. അതായത് 2A1 ദറ്റ് ഈസ് ഈക്വൽ ടു A2 ആണ് നമുക്ക് തന്നിട്ടുണ്ട്. ഓക്കെ, അതുപോലെ തന്നെ ഹൈറ്റ്സിൻ്റെ റേഷ്യോ തന്നിട്ടുണ്ട്. H1:H2 ദറ്റ് ഈസ് ഈക്വൽ ടു 1:3 എന്ന് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ നമുക്ക് H1/H2 ദറ്റ് ഈസ് ഈക്വൽ ടു 1/3. ഇപ്പോൾ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ 3H1 ദറ്റ് ഈസ് ഈക്വൽ ടു H2 നമ്മൾ അതും കിട്ടി. ഓക്കെ, ഇനി നമ്മളോട് പറഞ്ഞിരിക്കുന്നത് എന്താണ്? V2വിൻ്റെ കണ്ടുപിടിക്കാനാണ്, V2വിൻ്റെ വോളിയം. ഞാൻ V2 ദറ്റ് ഈസ് ഈക്വൽ ടു 1/3 A2വിൻ്റെ സ്ക്വയർ. A2 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നോക്കി 2 ടൈംസ് A1, അപ്പോൾ 2 ടൈംസ് A1ൻ്റെ സ്ക്വയർ. ഇനി H2 എന്ന് പറഞ്ഞാൽ നോക്കി 3H1 കൊടുത്തു. ഓക്കെ, അപ്പോൾ 1/3 ഇവിടെ 4A1ൻ്റെ സ്ക്വയർ ഇൻറ്റു 3H1. ഇനി 1/3 ഞാൻ ഈ A1 സ്ക്വയറിനെയും ഈ H1നെയും ഇവിടെ അടുത്തെഴുതി ഇൻറ്റു 4 × 3 12 എന്ന് എഴുതി. ദാറ്റ് മീൻസ് ഇതിൻ്റെ വാല്യൂ എന്താണ്? 180 എന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ 180 × 12. അപ്പോൾ നമുക്ക് ഇത് രണ്ടും കൂടി മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്കവിടെ ആൻസർ കിട്ടി. എത്രയാണ്? 2160 സെൻറ്റിമീറ്റർ ക്യൂബ്. നിങ്ങൾ മൾട്ടിപ്ലൈ ചെയ്ത് നോക്കൂ, ഇതിൻ്റെ വാല്യൂ ഇതാണ്. ഓക്കെ, അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യണമെന്ന് മനസ്സിലായല്ലോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഓൾ എഡ്ജസ് ഓഫ് എ സ്ക്വയർ പിരമിഡ് ആർ 18 സെൻറ്റിമീറ്റേഴ്സ്. വാട്ട് ഈസ് ഇറ്റ്സ് വോളിയം? ഒരു സ്ക്വയർ പിരമിഡിൻ്റെ എല്ലാ എഡ്ജസും ഈക്വലാണ്. എത്ര എഡ്ജസ് ഉണ്ട്? 4Eയും 4Aയും ആണ് ഉള്ളത്. എല്ലാ എഡ്ജസും ഈക്വലാണ്. അപ്പോൾ E ദറ്റ് ഈസ് ഈക്വൽ ടു A ദറ്റ് ഈസ് ഈക്വൽ ടു 18. ഓക്കെ, നമ്മളോട് പറഞ്ഞിരിക്കുന്ന വാട്ട് ഈസ് ഇറ്റ്സ് വോളിയം. വോളിയം കണ്ടുപിടിക്കാനുള്ള ഫോർമുല 1/3 A² H ആണ്. അപ്പോൾ A² H വേണം. ഇവിടെ H ഇല്ല, പക്ഷെ Eയും Aയും ഉണ്ട്. EAH ഇത് മൂന്നും തമ്മിലുള്ള റിലേഷൻ ഒരു ഫോർമുല പഠിച്ചിട്ടുണ്ട്, ഈച്ച അല്ലേ? ഞാൻ എളുപ്പം പറഞ്ഞു തന്നിട്ടില്ലേ? E² ദറ്റ് ഈസ് ഈക്വൽ ടു H² പ്ലസ് 2 ടൈംസ് A/2ൻ്റെ സ്ക്വയർ. അതായത് E² എന്ന് പറഞ്ഞാൽ 18² ദറ്റ് ഈസ് ഈക്വൽ ടു H² പ്ലസ് 2 × A/2 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 9ൻ്റെ സ്ക്വയർ. ഓക്കെ, അപ്പോൾ H² ദറ്റ് ഈസ് ഈക്വൽ ടു 18² മൈനസ് 2 ടൈംസ് 81. 9 × 9 81. അപ്പോൾ H ദറ്റ് ഈസ് ഈക്വൽ ടു റൂട്ടിൻ്റെ ഉള്ളിൽ നമുക്ക് എന്താ വരുന്നത്? 324. 18ൻ്റെ സ്ക്വയർ 324 മൈനസ് 81 × 81 അതായത് 162 തന്നെയാണ്. അതായത് 324 മൈനസ് 162. അപ്പോൾ ഇവിടെ 2 വന്നു, ഇവിടെ 12, അപ്പോൾ 6 വന്നു, 162. √162 നമുക്ക് കിട്ടിയ ആൻസർ. അപ്പോൾ H ഈക്വൽ ടു √162. ദാറ്റ് മീൻസ് H എന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് വരും? 9 ഉണ്ടോ? 162നെ ഒന്ന് ഫാക്ടറൈസ് ആക്കി നോക്കിയാൽ 2 വരും. ഇവിടെ 8 വന്നു, 81. അപ്പോൾ 81 × 2 എന്ന് വരും. ദാറ്റ് മീൻസ് 9√2. ഇതാണ് H കിട്ടിയിരിക്കുന്നത്. ഓക്കെ, ഇനി നമുക്ക് വിഷമമില്ല, നമുക്ക് വോളിയം ഫൈൻഡ് ചെയ്യാനായിട്ട്. വോളിയം ദറ്റ് ഈസ് ഈക്വൽ ടു 1/3 A². A² എന്ന് വെച്ചാൽ 18ൻ്റെ സ്ക്വയർ ഇൻറ്റു H. H എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 9√2. ഓക്കെ, അതായത് 1/3 ഇൻറ്റു ഇവിടെ എന്താ വന്നത്? 324 ഇൻറ്റു 9√2. ഇനി ഇത് കട്ട് ചെയ്ത് പോയാൽ ഇവിടെ 3 വരും. അപ്പോൾ ഇത് കട്ട് ചെയ്തിട്ട് √2 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 1.414 ആണ്. ഇത് മൾട്ടിപ്ലൈ ചെയ്താൽ 972 സെൻറ്റിമീറ്റർ സ്ക്വയർ. സമയമുണ്ടെങ്കിൽ ക്യൂബ്. ഓക്കെ, കാരണം വോളിയമാണ്, സെൻറ്റിമീറ്റർ ക്യൂബാണ്.
സമയം ഉണ്ടെങ്കിൽ √2ൻ്റെ വാല്യൂ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് എഴുതുക, അല്ലെങ്കിൽ ഇത്ര എഴുതിയാലും നിങ്ങൾക്ക് ഫുൾ മാർക്ക് അവിടെ കിട്ടും. ഓക്കെ. ഇനി 5th ക്വസ്റ്റ്യൻ ആണ്. ദ സ്ലാൻഡ് ഹൈറ്റ് ഓഫ് എ സ്ക്വയർ പിരമിഡ് ഈസ് 25 സെൻറ്റിമീറ്റേഴ്സ് ആൻഡ് ഇറ്റ്സ് സർഫസ് ഏരിയ ഈസ് 896 സ്ക്വയർ സെൻറ്റിമീറ്റേഴ്സ്. വാട്ട് ഈസ് ഇറ്റ്സ് വോളിയം? നമുക്കിവിടെ തന്നിരിക്കുന്നത് ഒരു സ്ക്വയർ പിരമിഡിൻ്റെ സ്ലാൻഡ് ഹൈറ്റ് 25 സെൻറ്റിമീറ്റർ ആണ് തന്നിട്ടുണ്ട്. 25 സെൻറ്റിമീറ്റർ. ആൻഡ് സർഫസ് ഏരിയ ഈസ്, സർഫസ് ഏരിയ എന്ന് പറയുന്നത് എന്താ? TSA. TSAയുടെ ഫോമുല എന്താണ്? TSA ദറ്റ് ഈസ് ഈക്വൽ ടു A² പ്ലസ് 2AL. ഈ TSA എന്ന് പറഞ്ഞാൽ നമുക്ക് തന്നിട്ടുണ്ട് 896 എന്ന് തന്നിട്ടുണ്ട്. ഓക്കെ. വാട്ട് ഈസ് ഇറ്റ്സ് വോളിയം? അപ്പോൾ സർഫസ് ഏരിയ തന്നിട്ടുണ്ട്, വോളിയമാണ് ഫൈൻഡ് ചെയ്യേണ്ടത്. വോളിയം ഫൈൻഡ് ചെയ്യണമെങ്കിൽ നമുക്കറിയാം 1/3 A² H ആണ് വേണ്ടത്. ഓക്കെ. A² H. അപ്പോൾ നമുക്കിവിടെ എല്ലാമാണ് തന്നിരിക്കുന്നത്. അപ്പോൾ TSA തന്നിട്ടുണ്ട്. ഇത് വെച്ച് നമുക്ക് Aയും Hഉം ഫൈൻഡ് ചെയ്തിട്ടാണ് വോളിയം കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നു? TSA 896 ദറ്റ് ഈസ് ഈക്വൽ ടു, ഓക്കെ, A² എന്ന് പറഞ്ഞാൽ അറിയില്ല, 2AL. L എന്ന് പറഞ്ഞാൽ എന്താണ്? 25. ഓക്കെ. ഇതൊരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ആവുകയാണ്. A² പ്ലസ് 50A, കണ്ടോ, 25 × 2 മൈനസ് 896 ദറ്റ് ഈസ് ഈക്വൽ ടു 0. 896 ഈക്വൽ ടു 0. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ കിട്ടി. ഈ ക്വാഡ്രാറ്റിക് ഇക്വേഷനെ സോൾവ് ചെയ്താൽ നമുക്കിവിടെ എയുടെ വാല്യൂ കിട്ടും. അപ്പോൾ A ദറ്റ് ഈസ് ഈക്വൽ ടു മൈനസ് B. B എന്ന് പറഞ്ഞാൽ സെക്കൻഡ് ടേം, മൈനസ് 50 പ്ലസ് ഓർ മൈനസ് B², അതായത് 50യുടെ സ്ക്വയർ മൈനസ് 4AC മൈനസ്, അപ്പോൾ ഇത് പ്ലസ് ഇട്ടു, A × 896 ബൈ 2A. എയുടെ സ്ഥാനത്ത് 1 ആണ് അല്ലേ? അപ്പോൾ എയുടെ വാല്യൂ ഇവിടെ കിട്ടുക മൈനസ് B പ്ലസ് ഓർ മൈനസ് √B² മൈനസ് 4AC ബൈ 2A. ഈ ഫോമുല നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് അല്ലേ? അപ്പോൾ ഇവിടെ നിന്ന് എന്ത് വന്നു? മൈനസ് 50 പ്ലസ് ഓർ മൈനസ് √50യുടെ സ്ക്വയർ എന്ന് വെച്ചാൽ 2500 പ്ലസ് 4 × 896 ദാറ്റ് മീൻസ് 3584 മൾട്ടിപ്ലൈ ചെയ്താൽ ബൈ 2A. ഓക്കെ. അപ്പോൾ ഇനി നമുക്ക് ഇതിൻ്റെ വാല്യൂ എന്താ കിട്ടുന്നത്? ഇത് രണ്ടും കൂടി ആഡ് ചെയ്യുക. അപ്പോൾ അതായത് മൈനസ് 50 പ്ലസ് ഓർ മൈനസ് √6084 കിട്ടി നമുക്ക് ആഡ് ചെയ്യുമ്പോൾ. ഓക്കെ. ബൈ 2A. എയുടെ വാല്യൂ 1 ആണ്, ഇവിടെ 2 കിട്ടി. ഓക്കെ. ഇങ്ങനെ ഈ വാല്യൂ ഫൈൻഡ് ചെയ്യുമ്പോൾ A ദറ്റ് ഈസ് ഈക്വൽ ടു 50 മൈനസ് 50 പ്ലസ് ഓർ മൈനസ് 78 ബൈ 2. ഇതിനെ എങ്ങനെ സ്ക്വയർ റൂട്ട് 78 കിട്ടുന്നത്? ഇതിൻ്റെ സ്ക്വയർ റൂട്ട് എളുപ്പം കാണാൻ അറിയോ? അതായത് 2 ഗ്രൂപ്പാക്കി തിരിക്കുക. ഇതിനെ 2 ഗ്രൂപ്പ് 60, 84 ഇങ്ങനെ ഗ്രൂപ്പാക്കി കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ നിന്ന് ഈ ആദ്യത്തെ ഈ ഗ്രൂപ്പിൻ്റെ ഉള്ളിൽ കംപ്ലീറ്റ് ആയിട്ട് പോകുന്ന നമ്പർ ഏതാണെന്ന് നോക്കാം. അപ്പോൾ അതായത് 5 × 5 25, 6 × 6 36, 7 × 7 49, 8 × 8 64 പോവില്ല. അപ്പോൾ ഇവിടെ 7 വരിക ഫസ്റ്റ്. ഇവിടെ 7 × 7 49 വരെ പോവുള്ളൂ. ഇനി 4ൽ എൻഡ് ചെയ്യുന്ന നമ്പേഴ്സ് നോക്കുക. 4ൽ എൻഡ് ചെയ്യുന്നത് 2 × 2 4 വരും, അല്ലെങ്കിൽ നമുക്ക് 8 × 8 64. അപ്പോൾ ഒന്നുകിൽ 72 ആയിരിക്കും, അല്ലെങ്കിൽ 78 ആയിരിക്കും ഇതിൻ്റെ പെർഫെക്റ്റ് സ്ക്വയർ, അല്ലെങ്കിൽ ഇതിന് പെർഫെക്റ്റ് സ്ക്വയർ ഇല്ല. ഇങ്ങനെ നമ്മൾ സ്ക്വയർ റൂട്ട് എടുത്തത്. അപ്പോൾ നമുക്ക് ആൻസർ ഇവിടെ നിന്ന് എന്താ കിട്ടി? മൈനസ് 50 പ്ലസ് ഓർ മൈനസ് 78 ബൈ 2 കിട്ടി. ഓക്കെ. അങ്ങനെ വന്നാൽ 2 വാല്യൂസാണ് വരുന്നത്. ഓക്കെ. 2 വാല്യൂസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ A ദറ്റ് ഈസ് ഈക്വൽ ടു മൈനസ് 50 പ്ലസ് 78 ബൈ 2 എന്ന് പറഞ്ഞാൽ ഒരു വാല്യൂ. അതായത് 78ൽ നിന്നും 50 പോയാൽ 8 ഉണ്ടോ? അപ്പോൾ 28 ബൈ 2 ദറ്റ് ഈസ് ഈക്വൽ ടു 14 എന്ന് പറയുന്ന ഒരു വാല്യൂ കിട്ടി. ഇനി A ദറ്റ് ഈസ് ഈക്വൽ ടു മൈനസ് 50 മൈനസ് 78 ബൈ 2. അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് എന്താ വരുന്നത്? അതായത് 78ഉം 50 അല്ലേ? 50. അപ്പോൾ 8 വന്നു. 128 ബൈ 2 അതായത് 64 എന്ന് പറഞ്ഞാൽ ഇവിടെ മൈനസ് ആണ്. അപ്പോൾ 2 വാല്യൂസാണ് Aക്ക് കിട്ടുന്നത്. A ദറ്റ് ഈസ് ഈക്വൽ ടു മൈനസ് 64ഉം A ദറ്റ് ഈസ് ഈക്വൽ ടു 14ഉം. അപ്പോൾ ഇവിടെ നമുക്ക് A എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോസിറ്റീവാണ്. A ദറ്റ് ഈസ് ഈക്വൽ ടു 14 ആണ് കറക്റ്റ് ആൻസർ.
അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? ബേസ് എഡ്ജിൻ്റെ ലെങ്ത്ത് എന്ന് പറഞ്ഞാൽ 14 കിട്ടി. ഇപ്പോൾ എ ഉണ്ട്, എൽ ദാറ്റ് ഇസ് ഈക്വൽ ടു 25 ഉണ്ട്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എച്ച് കണ്ടുപിടിക്കാൻ ഒരു വിഷമമില്ല. എച്ച് എന്ന് പറഞ്ഞാൽ ലാച്ച എ എൽ എച്ച്, എൽ സ്ക്വയർ ദാറ്റ് ഇസ് ഈക്വൽ ടു എച്ച് സ്ക്വയർ പ്ലസ് എ ബൈ 2വിൻ്റെ സ്ക്വയർ അല്ലേ? അപ്പോൾ എൽ സ്ക്വയർ ദാറ്റ് ഇസ് ഈക്വൽ ടു എച്ച് സ്ക്വയർ പ്ലസ് ഓക്കെ എ ബൈ 2 എന്ന് വെച്ചാൽ 7ൻ്റെ സ്ക്വയർ. ഇവിടെ എൽ സ്ക്വയർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 25 ആണ്. ഞാൻ എന്താ ഇതിൽ അടുത്ത സ്റ്റെപ്പിൽ അത് എഴുതാം. എച്ച് സ്ക്വയർ ദാറ്റ് ഇസ് ഈക്വൽ ടു എൽ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 25ൻ്റെ സ്ക്വയർ മൈനസ് ഇതിനെ ഇവിടേക്ക് കൊണ്ടുവന്നു 7ൻ്റെ സ്ക്വയർ 49 അല്ലേ? അതായത് എച്ച് ദാറ്റ് ഇസ് ഈക്വൽ ടു 625 മൈനസ് 49. അപ്പോൾ എച്ച് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് എത്ര കിട്ടി? അതായത് 49 മൈനസ് ചെയ്യണം. ഓക്കെ, അതായത് 576 കിട്ടി. 576 എന്ന് പറഞ്ഞാൽ നമുക്ക് 24 ആണ് വരുന്നത്. ഓക്കെ, 576 നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ ഗ്രൂപ്പ് ചെയ്ത് നോക്കിയാൽ മതി. 2 × 2 4. ഇവിടെ നിന്ന് 2 എണ്ണം എടുക്കണം. 2 എണ്ണം കഴിഞ്ഞിട്ടേ ഗ്രൂപ്പ് ചെയ്യാൻ പാടുള്ളൂ. അപ്പോൾ 5ൽ കംപ്ലീറ്റ് ആയിട്ട് പോകുന്നത് 2 ആണ്. എൻഡ് ചെയ്യുന്നത് 4 × 4 16. ഏതാണെന്ന് നോക്കുക. അപ്പോൾ 24 ആണ് റൂട്ട്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ വോളിയം ദാറ്റ് ഇസ് ഈക്വൽ ടു 1/3 എ സ്ക്വയർ. എ സ്ക്വയർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 14ൻ്റെ സ്ക്വയർ ഇൻറ്റു എച്ച്. എച്ച് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 24. അതായത് നമുക്ക് എത്ര ആൻസർ വരുന്നതെന്ന് നോക്കൂ. അതായത് 14ൻ്റെ സ്ക്വയർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 1/3 196 ഇൻറ്റു 24. അതായത് നമുക്ക് ആൻസർ കിട്ടിയിരിക്കുന്നത് 1568 സെൻറ്റിമീറ്റർ ക്യൂബ്. ഇതാണ് നമുക്ക് ആൻസർ കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ വോളിയം കണ്ടുപിടിച്ചു. അപ്പോൾ ഇതൊരു ഇത്തിരി കുറച്ച് ലെങ്തി ആയിട്ടുള്ള ക്വസ്റ്റൻ ആയിരുന്നു. കാരണം എന്തുകൊണ്ടാണ്? ഇവിടെ നമുക്കൊരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ വന്നു. ആ ക്വാഡ്രാറ്റിക് ഇക്വേഷനിൽ നിന്നും എ ഫൈൻഡ് ചെയ്തു. എ ഫൈൻഡ് ചെയ്തിട്ട് നമുക്കറിയാവുന്ന എല്ലും ഉപയോഗിച്ച് എച്ച് ഫൈൻഡ് ചെയ്തിട്ടാണ് വോളിയം നമുക്ക് കണ്ടുപിടിക്കാൻ സാധിച്ചത്. അത് കാരണമാണ് ഈ പ്രോബ്ലം ഇത്തിരി ലെങ്തി ആയത്. അപ്പോൾ 6th ക്വസ്റ്റ്യൻ, ഓൾ എഡ്ജസ് ഓഫ് എ സ്ക്വയർ പിരമിഡ് ആർ ഓഫ് ദ സെയിം ലെങ്ത് ആൻഡ് ഇറ്റ്സ് ഹൈറ്റ് ഈസ് 12 സെൻറ്റിമീറ്റേഴ്സ്. വാട്ട് ഈസ് ഇറ്റ്സ് വോളിയം? നമുക്ക് എന്താ ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നത്? ഹൈറ്റ് തന്നിട്ടുണ്ട് ഒരു സ്ക്വയർ പിരമിഡിൻ്റെ 12 ആണെന്ന്. എല്ലാ എഡ്ജസും ഈക്വൽ ആണെന്ന്. സ്ക്വയർ പിരമിഡിന് ഏതൊക്കെ എഡ്ജസാണ് ഉള്ളത്? ലാറ്ററൽ എഡ്ജ് ഇ ഉണ്ട്, അതുപോലെ ബേസ് എഡ്ജ് എ ഉണ്ട്. അപ്പോൾ ഇത് 4Eയും 4Aയും ഉള്ളത്. ഇതെല്ലാം ഈക്വൽ ആണ് എന്ന് തന്നിട്ടുണ്ട്. ദാറ്റ് മീൻസ് നമുക്കറിയാം എ ദറ്റ് ഇസ് ഈക്വൽ ടു ഇ ആണ്. ഇതാണ് തന്നിരിക്കുന്ന ഹിൻറ്റ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ആ സ്ക്വയർ പിരമിഡിൻ്റെ വോളിയം ഫൈൻഡ് ചെയ്യാനാണ്. 1/3 എ സ്ക്വയർ എച്ച് ആണ് ഫൈൻഡ് ചെയ്യേണ്ടത്. എച്ച് മാത്രമേ തന്നിരിക്കുന്നത്, എ ഫൈൻഡ് ചെയ്യണം. അപ്പോൾ ഇയും എയും എച്ചും തമ്മിലുള്ള റിലേഷൻ എടുക്കാം. ഇ എ എച്ച്, ഇ എ എച്ച് ഇത് തമ്മിലുള്ള റിലേഷൻ ഏതാ? ഈച്ച. അതായത് ഇ സ്ക്വയർ ദാറ്റ് ഇസ് ഈക്വൽ ടു എച്ച് സ്ക്വയർ പ്ലസ് 2 ടൈംസ് എ ബൈ 2വിൻ്റെ സ്ക്വയർ. ഓക്കെ, എ സ്ക്വയറും കേട്ടോ, എയും ഇയും ഈക്വൽ ആണെങ്കിൽ ഇത് എ സ്ക്വയറിന് തന്നെ എനിക്ക് കൊടുക്കാം. ഇതിനെ എച്ച് സ്ക്വയറിന് കൊടുക്കുക. ഇത് 2 ഇൻറ്റു എ സ്ക്വയർ ബൈ 4 കൊടുത്തു. ഓക്കെ, ഇതും കൂടി കട്ട് ചെയ്ത് പോയാൽ ഇവിടെ 2 വരും. അപ്പോൾ ഇവിടെ എ സ്ക്വയർ മൈനസ് എ സ്ക്വയർ ബൈ 2 ദാറ്റ് ഇസ് ഈക്വൽ ടു എച്ച് സ്ക്വയർ. ഇവനെ ഞാൻ ഇവിടേക്ക് കൊണ്ടുവന്നു. ഓക്കെ, അപ്പോൾ ഇനി ഇവിടെ നിന്ന് എന്താ പറഞ്ഞത്? 2a സ്ക്വയർ മൈനസ് എ സ്ക്വയർ ബൈ 2 ദാറ്റ് ഇസ് ഈക്വൽ ടു എച്ച് സ്ക്വയർ. ഓക്കെ, അതായത് 2a സ്ക്വയറിൽ നിന്ന് ഒരു എ സ്ക്വയർ പോയാൽ എന്താ വരിക? എ സ്ക്വയർ ബൈ 2 ദാറ്റ് ഇസ് ഈക്വൽ ടു എച്ച് സ്ക്വയർ. ഇങ്ങനൊരു റിലേഷൻ കിട്ടി. അതായത് എ സ്ക്വയർ ദാറ്റ് ഇസ് ഈക്വൽ ടു 2 ടൈംസ് എച്ച് സ്ക്വയർ എന്ന് കിട്ടി. ഓക്കെ, ഇനി നമുക്ക് വോളിയം ഒന്ന് അപ്ലൈ ചെയ്ത് നോക്കാം. വോളിയം ദാറ്റ് ഇസ് ഈക്വൽ ടു 1/3 എ സ്ക്വയറിൻ്റെ സ്ഥലത്ത് എനിക്ക് എന്ത് കൊടുക്കാം? 2 ടൈംസ് എച്ച് സ്ക്വയർ ഇൻറ്റു എച്ച്. ഓക്കെ, ഇൻറ്റു എച്ച്. ദിസ് ഇസ് ഈക്വൽ ടു 1/3 ഉണ്ടോ 2 ഇൻറ്റു എച്ച് സ്ക്വയർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 12 ഇൻറ്റു 12 ഇൻറ്റു 12. ഓക്കെ, കാരണം 1 2 3 ടൈംസ് ആണ് എച്ച് ക്യൂബ് വന്നത്. ഇതും കൂടി കട്ട് ചെയ്ത് പോയാൽ ഇവിടെ 4 വന്നു. ദാറ്റ് മീൻസ് 12 ഇൻറ്റു 12 144 ഇൻറ്റു 8. 144 ഇൻറ്റു 8 ചെയ്താൽ നമുക്ക് എത്ര ആൻസർ കിട്ടുന്നത്? 1152 സെൻറ്റിമീറ്റർ ക്യൂബ്. ഓക്കെ, ക്ലിയർ ആയല്ലോ ചെയ്യേണ്ടത്. ലാസ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ സർഫസ് ഏരിയ ഓഫ് എ സ്ക്വയർ പിരമിഡ് ഓഫ് ബേസ് പെരിമീറ്റർ 64 സെൻറ്റിമീറ്റേഴ്സ് ആൻഡ് വോളിയം 1000
280 cubic centimeters. ഓക്കെ, എന്താ ക്വസ്റ്റനിൽ പറഞ്ഞിരിക്കുന്നത്? നമുക്ക് ബേസ് പെരിമീറ്റർ എന്ന് പറയുന്നത് 64 ആണ്. ബേസ് പെരിമീറ്റർ ദാറ്റ് മീൻസ് 4a ദറ്റ് ഈസ് ഈക്വൽ ടു 64 എന്ന് തന്നിട്ടുണ്ട്. 4a 64. ഓക്കെ, പിന്നെ തന്നിരിക്കുന്നത് വോളിയമാണ്. അതായത് വോളിയം ദറ്റ് ഈസ് ഈക്വൽ ടു 1280 ക്യൂബിക് സെൻറ്റിമീറ്റേഴ്സ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഫൈൻഡ് ചെയ്യേണ്ടത് സർഫസ് ഏരിയ ദാറ്റ് മീൻസ് TSA ആണ് നമുക്ക് ഫൈൻഡ് ചെയ്യേണ്ടത്. TSA ദറ്റ് ഈസ് ഈക്വൽ ടു ക്വസ്റ്റ്യൻ മാർക്ക്. ഓക്കെ, ഇതിൽ നിന്നും A ദറ്റ് ഈസ് ഈക്വൽ ടു 64/4 വന്നു. അതായത് 32/2 16 സെൻറ്റിമീറ്റർ എന്നാണ് A വരുന്നത്. അപ്പോൾ A കിട്ടി. ഇനി TSA വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്താ TSAക്ക് എന്തെല്ലാം വേണം? A² ബേസ് ഏരിയ പ്ലസ് 2AL ലാറ്ററൽ സർഫസ് ഏരിയ. 4 ലാറ്ററൽ സർഫസ് ഏരിയ ഉണ്ട്. അപ്പോൾ A ഉണ്ട്. അപ്പോൾ ഇനി L ആണ് വേണ്ടത്. അപ്പോൾ വോളിയത്തിൽ നിന്നും നമുക്ക് എന്ത് ചെയ്യണം? L ഫൈൻഡ് ചെയ്യണം അല്ലേ? വോളിയത്തിൽ നിന്നും L ഫൈൻഡ് ചെയ്യണമെങ്കിൽ വോളിയം 1/3 A² H ദറ്റ് ഈസ് ഈക്വൽ ടു 1280. ഇതിൽ നിന്നും നമുക്ക് കിട്ടുന്നത് H ആണ്. 1/3 A² എന്ന് പറഞ്ഞാൽ 16 × 16 × H ദറ്റ് ഈസ് ഈക്വൽ ടു 1280. അതായത് H ദറ്റ് ഈസ് ഈക്വൽ ടു 1280 × 3. ഇതിനെ ഇങ്ങോട്ട് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തു. ഡിവിഷൻ 16 × 60. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ കാൽക്കുലേഷൻസ് കഴിഞ്ഞാൽ ഇവിടെ കിട്ടുന്ന ആൻസർ 15 സെൻറ്റിമീറ്റർ ആണ്. അപ്പോൾ ഹൈറ്റ് നമുക്ക് കിട്ടി. ഓക്കെ, ഹൈറ്റ് കിട്ടിക്കഴിഞ്ഞു. എയും കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് L കിട്ടും. അതായത് Hഉം Aയും Lഉം തമ്മിലുള്ള ഫോമുല ഏതാണ്? ലാച്ച. അതായത് L² ദറ്റ് ഈസ് ഈക്വൽ ടു H² പ്ലസ് A/2 സ്ക്വയർ. ഓക്കെ, L² എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കണ്ടുപിടിക്കണം. കാരണം ഇതിൽ TSA കണ്ടുപിടിക്കാൻ 2AL വേണം നമുക്ക്. H² നമുക്കിപ്പോൾ കണ്ടു 15 സ്ക്വയർ പ്ലസ് A/2 സ്ക്വയർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 8 സ്ക്വയർ. അപ്പോൾ ഇവിടെ നിന്ന് എന്താ വന്നേ? 15 സ്ക്വയർ 225 പ്ലസ് 64. ഓക്കെ, അപ്പോൾ ഇവിടെ നിന്ന് 9 8 289. അപ്പോൾ L ദറ്റ് ഈസ് ഈക്വൽ ടു √289 വന്നു. നമുക്ക് 17 കിട്ടിയല്ലേ? 289 എത്രയാണ്? 17 സെൻറ്റിമീറ്ററാണ് L കിട്ടിയിരിക്കുന്നത്. അപ്പോൾ Hഉം Lഉം ഫൈൻഡ് ചെയ്തു. എന്താ? വോളിയവും ബേസ് എഡ്ജ് ഉപയോഗിച്ച്. ഇനി TSA ഫൈൻഡ് ചെയ്യാൻ നമുക്കറിയില്ലേ? അതായത് 16 സ്ക്വയർ പ്ലസ് 2 × 16 × 17. ഓക്കെ, ദറ്റ് ഈസ് ഈക്വൽ ടു 16 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 256 പ്ലസ് ഇവിടെ 32 × 17. 32 × 17 ചെയ്താൽ 544 കിട്ടി. ദിസ് ഈസ് ഈക്വൽ ടു 800 കിട്ടും. അപ്പോൾ 544 പ്ലസ് 256 ദാറ്റ് മീൻസ് TSA എന്ന് വെച്ചാൽ 800 സെൻറ്റിമീറ്റർ സ്ക്വയർ. വോളിയം അല്ല, TSA ഏരിയ ആണ്. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? 800 സെൻറ്റിമീറ്റർ സ്ക്വയർ എന്ന് കിട്ടി. ഓക്കെ, അപ്പോൾ ഈ സെക്ഷൻ മനസ്സിലാക്കിയല്ലോ. നമുക്ക് ആ ഫോമുലാസ് ഏതൊക്കെയാണ്? അതായത് ഇല ELA ഇല. ഇനി പിന്നത്തെ ഫോമുല എന്താ? ലാച്ച LAH. പിന്നത്തെ ഫോമുല ഈച്ച EHA. എന്ന് പറഞ്ഞൊരു ഫോമുലയുണ്ട്. അത് വെച്ചൊറ്റ പ്രോബ്ലം നമ്മൾ കണ്ടിട്ടില്ല. ഡയഗണൽ റിലേറ്റഡ് ആയിട്ട് തന്നു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം? EDH ഈത്. പിന്നെ ആഡ് AD. അപ്പോൾ ഇത്രയും ഫോമുലാസാണ്. അപ്പോൾ ഇല, ലാച്ച, ഈച്ച, ഈത്, ആഡ്. ഇത്രയും ഓർമ്മിച്ച് വയ്ക്കാൻ നമുക്കൊരു വിഷമവുമില്ല അല്ലേ? ഇത് ഓർമ്മിച്ച് വെച്ച് കഴിഞ്ഞാൽ ഏത് ക്വസ്റ്റ്യൻ വന്നാലും പരസ്പരം നമുക്ക് റിലേറ്റ് ചെയ്ത് നമുക്ക് പ്രോബ്ലം ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ പ്രോബ്ലംസ് എല്ലാം കഴിഞ്ഞു ഈ സെക്ഷൻ്റെ. ദാറ്റ് മീൻസ് സ്ക്വയർ പിരമിഡ് തന്നെ കഴിഞ്ഞു അല്ലേ? കുറച്ച് പുതിയ ടേംസ് എല്ലാം പഠിച്ചുകൊണ്ട് സ്ക്വയർ പിരമിഡ് കഴിഞ്ഞു. അപ്പോൾ ഈ വോളിയം എന്ന് പറയുന്ന ഈ സെക്ഷനിലെ പ്രോബ്ലംസ് ഒക്കെ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കാം അല്ലേ? അപ്പോൾ നമുക്ക് ഇനി അടുത്തതായിട്ട് എടുക്കേണ്ടത് കോണാണ്. അപ്പോൾ ഞാൻ ഇതിൽ പറഞ്ഞു തന്ന സൂത്രങ്ങളെല്ലാം നിങ്ങൾ ഓർമ്മിച്ച് വെക്കണം. കോൺ എന്ന് പറയുന്ന പുതിയ പിരമിഡിനെ കുറിച്ചാണ് നെക്സ്റ്റ് ക്ലാസ്സിൽ എടുക്കുന്നത്. ഓക്കെ, താങ്ക് യു.